ഡാഡി രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്തുനിന്ന് ഒന്നും കഴിക്കേണ്ട ഡാഡി. നോ ഡൗട്ട്. ഡാഡി പ്ലീസ് ഹീരാഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. ആ മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? 2 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷയും കണ്ടില്ല. പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നയച്ചതാണ്. താങ്ക് യു. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ഉഷയുടെ ബ്രദർ മമ്മി. എവിടെ പോയി? എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? യു ഹാവ് നോ മാനേഴ്സ് ജൂലി. ആരെങ്കിലും വന്നാൽ വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? ഉഷയുടെ അവരാരും വിടില്ല. അവരൊക്കെ ഒരു മാരേജിന് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഞാൻ പോട്ടെ. പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ ഇത്ര പേടിയാണ്. ആരെങ്കിലും കാണോ? ആരും കാണും. നോ പ്ലീസ്. പ്ലീസ്. ജൂലി, ഇരിക്കൂ. ഞാൻ പോട്ടെ. ജൂലിക്ക് പോകണമെങ്കിൽ പോവാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശശി പ്ലീസ്, എനിക്ക് ഭയമാകുന്നു. ആരെങ്കിലും വരും? ആരും വരില്ല. ശശി, ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞാ അറിയട്ടെ. ഐ ഡോണ്ട് കെയർ ഫോർ ദം. ലെറ്റ് ദം ഗോ ടു ഹെൽ. ശശി, ശശി പ്ലീസ്. Come on, Julie. Julie, I like you. ഞാൻ പോട്ടെ ശശി. എത്ര വേഗം പോണം? എനിക്ക് പോണം. എന്നോട് പിണക്കമാണോ? 2 ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും.
അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പോയാലെങ്ങ് വരും? അടുത്തെങ്ങും വരില്ല. ഞാൻ വരുമ്പോഴേക്ക് ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് കാണും. ശശി, എനിക്കാരും വേണ്ട. എന്നെയും. ശശി എന്റെ എല്ലാമാണ്. My darling Julie. ശശി, പ്ലീസ് പ്ലീസ് ശശി, ശശി. ശശി, be careful. ഞാൻ പോട്ടെ. വരുമോ? എന്നോട് ഇഷ്ടമാണെങ്കിൽ വരണം. Julie. ശശി കുടിച്ചോ? അല്പം. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു പോയി. ശശി കുടിക്കുന്നു ഞാൻ കരുതിയില്ല. ജൂലി കുടിക്കില്ലേ? അക്കേഷനില്ലേ, ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ശശി നോ. വരൂ ജൂലി. ശശി,
Julie. Yes, darling. I love you. Oh, you're my sweetness. I love you. Julie. I love you. I love you. നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ ഓ മൈ ജൂലി ജൂലി നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ ആ കിളിവാതിലിപ്പോൾ പടരുന്നതേതു വള്ളി അതിൻ്റെ ചില്ലയിലിപ്പോൾ പൂത്തതെന്തൊരു പൂ ജൂലി I love you. I love you. ജൂലി ജൂലി നിന്റെ ഗിറ്റാറിൻ മാറിലെത്ര കമ്പി ഓ മൈ ജൂലി ജൂലി നിന്റെ ഗിറ്റാറിൻ മാറിലെത്ര കമ്പി ആ പൊൻകമ്പിയിലിപ്പോൾ വിടരുന്നതേതൊരു ഗാനം അതിൻ്റെ പല്ലവിയിപ്പോൾ കോർത്തതേതു പദം ജൂലി I love you. You're my sweetness. I love you. ശശി ഞാൻ പോട്ടെ. No, Julie, please. It's getting late. Please, Julie. മമ്മി വഴക്ക് പറയും. No. Please, ശശി, please. No, Julie, come Oh, on. ശശി. Please, ശശി, leave me. Please. Please. ജൂലി റിച്ചർഡ് എന്തിനു വന്നു? മമ്മി പറഞ്ഞേച്ചാ എന്തിന്? വിളിച്ചോണ്ട് വരെ. ഓക്കെ.
അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തിനറിയണം? അല്ല, പുറത്താരെയും കണ്ടില്ല. ഞങ്ങൾ അകത്തായിരുന്നു. അതിനെന്തിനാ കഥ അടച്ചിരുന്നത്? അകത്തൊന്ന് നോക്കിയോ? ഇല്ല. ജൂലിയ വിസ്കി നാറുന്നു. വിസ്കി നാറുന്നു. മാറിക്കോട്ടെ, ഞാൻ മമ്മിയോട് പറയുന്നു. ഗോ ടു ഹെൽ. താങ്ക് യു റിച്ചി. നോ മെൻഷൻ. മിസ്റ്റർ വാര്യരും വൈഫും മകളും നാട്ടിൽ നിന്ന് വരും. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ബട്ട് നിന്നെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ജൂലി. ജൂലി പാസ്സായി ഡാഡി. ജൂലി എന്റെ റിസൾട്ട് മറത്ത് ഞാനും പാസ്സാവും. ഞാൻ നിനക്കൊരു 1ാം ക്ലാസ് റെസ്റ്റ് വാച്ച് വാങ്ങിച്ചു. ബ്യൂട്ടിഫുൾ റെസ്റ്റ് വാച്ച്. ജൂലിയെ തുടർന്ന് പഠിപ്പിക്കണം. നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. മാർഗരറ്റ്, സന്തോഷം കൊണ്ട് എനിക്ക് അല്പം കുടിക്കണം. പ്ലീസ് ഡാഡി, വേണ്ട ഡാഡി, വേണ്ട ഡാഡി. അയ്യോ, സന്തോഷം കൊണ്ട് ഒരല്പം. ഞാൻ തരുന്നത് മാത്രമേ കുടിക്കാവൂ, കൂടുതൽ ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ജൂലി, വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്താ ആരോടും ഒന്നും മിണ്ടുന്നില്ല? ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നത്തിങ് മമ്മി. I must tell him. ജോലി നല്ല സമയത്ത് തന്നെ എത്തി. ശശി ഇന്ന് പോവുക. എവിടെ പോകുന്നു? തിരുവനന്തപുരത്തേക്ക്. ചേട്ടനോട് ജോലി കിട്ടി. ശശി അവിടെ ചെന്നാൽ വളരെ കരുതലോടൊക്കെ ജീവിച്ചോണം കേട്ടോ. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചേ കണ്ടമാനം ഒന്നും നടന്നു കളയരുതേ. ഒരുമിച്ചായാലും കണ്ടവാനം നടക്കേണ്ടവർ കണ്ടവാനം നടക്കാം, അല്ലേ ജോലി? പിള്ളേര് വലുതായാ പിന്നെ അവരെ ഉപദേശിച്ച് നന്നാക്കാനും നോക്കണ്ട. ആ, രാഘുകാലം ആകുന്നതിന് മുമ്പേ പുറപ്പെട്ടോളൂ കുട്ടി. ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോണം കേട്ടോ. ഞാൻ വരട്ടെ അച്ഛാ. അമ്മേ, ഉഷേ. അവിടെ ചെന്ന് എത്തിയ ഉടനെ വിവരത്തിന് കമ്പി അടിക്കണം. ശരി അച്ഛാ. കം ജോലി, കം. എനിക്ക് ഉടനെ പോകണമെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് വന്നത്? ഉഷയെ കാണാൻ. വരും. ശശിചേട്ടൻ പോകുന്ന വിവരം നീ നേരത്തെ അറിഞ്ഞിരുന്നോ? ആ, ഏതായാലും സമയത്തിന് എത്തിയല്ലോ. എന്താ ഒരു മൗനം? ഒന്നുമില്ല ഉഷ. ബൈ ബൈ.
ജൂലി ജൂലി എന്തു പറ്റി മോളെ? ജൂലി എന്തു പറ്റി മോളെ? പറയൂ മോളെ, എന്തു പറ്റി? എന്നെ കൊല്ല് മമ്മി, എന്നെ കൊല്ല് മമ്മി. I'm so sorry മമ്മി. I'm very much sorry മമ്മി. I'm so sorry മമ്മി. ജൂലി എന്തു പറ്റി മോളെ? എന്തു പറ്റി മോളെ? നിനക്ക് എന്തു പറ്റി? അയ്യോ ആരാണ്? ആരാണെന്ന് Oh my God! ഈ ചെയ്ത തെറ്റൊന്നും പോരാതെ അവൻ നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ ചവിട്ടി കൊന്നുകളയും ഞാൻ. കണ്ണുമുഖം തുടയ്ക്കൂ. ആരോടും ഇക്കാര്യം മിണ്ടിപ്പോരുത്. പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഡാഡി പോലും അറിയരുത്. നിന്റെ മുഖഭാവത്തിൽ നിന്ന് പോലും ആരും സംശയിക്കരുത്. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. പോയി മോഹം കഴിയൂ. എനിക്കെന്തോ ഇന്ന് മനസ്സിനൊരു വല്ലായ്മ, ഒരു ദുഃഖം. അത് മറക്കാൻ വേണ്ടി എനിക്ക് ഇത്തിരി കുടിക്കണം. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോഴും കുടിക്കണം, സങ്കടം വരുമ്പോഴും കുടിക്കണം, വറീഡായിരിക്കുമ്പോഴും കുടിക്കണം. പിന്നെ എപ്പോഴാണ് കുടിക്കാതിരിക്കുന്നത്? നിന്റെ മദറും ഞാനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 25 കൊല്ലമായി. ഇന്നാദ്യമായിട്ടാണ് യുക്തിപൂർവ്വം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നു. യെസ് മാം. ജൂലിയെ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി. പഠിക്കട്ടെ. നോനോ, അതിനുള്ള ഇൻകം വേണ്ടേ? ജിമ്മി പോയത് പിന്നീട് നിങ്ങളുടെ ശമ്പളം മാത്രമല്ലേ ഉള്ളൂ. അതിനവൾ എങ്ങനെ പഠിക്കും? വേണ്ടി വന്നാൽ ഞാൻ എന്റെ കാറ് വിറ്റേക്കാം. അത് ഞാൻ ആളെ തിരക്കുന്നുണ്ട്. അതിന് 1-2 കൂട്ടമൊന്നും നോക്കി. അവര് പറയുന്നത് ആ കാർ ഇവിടുന്ന് എടുത്തോണ്ട് പോണെങ്കിൽ അതിനുള്ള ചെലവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അമ്മക്കറിയാൻ പാടില്ല, എന്റെ കാർ ഫാറിനാണ്. നമുക്ക് മാണവയോട് ശവസംസ്കാരം ഏർപ്പെടുത്തി അതിന് കാശൊന്നും കിട്ടൂല. ഞാൻ നിശ്ചയിച്ചു, ജൂലിക്ക് ഒരു ജോലി വേണം. എന്റെ ഒരു ഫ്രണ്ടിന് എഴുതിയിരുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി ഞാനും ജോലിയും കൂടെ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഉദ്യോഗം കിട്ടിയാൽ ഞാൻ അവളെ അയക്കും. നീ എന്ത് പറയുന്നു? പറ.